പ്രീ റിലീസ് ഇവന്റ് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഇങ്ങനൊരു ചടങ്ങ് വെക്കാനുള്ള കാരണം ഓൾറെഡി നമ്മുടെ സിനിമ രാസ്ത മുഴുവനായിട്ടും ഒമാനിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു പൂജയോ വേറെ അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് അതിൻ്റെ സോങ്സോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഒരു ഓഡിയോ ലോഞ്ച് പോലത്തെ ഒരു ഫംഗ്ഷനും ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. കൃത്യമായി പറഞ്ഞ ഒരു പ്രസ് മീറ്റ് പോലെ, എന്നാൽ അതൊരു കുറച്ചൊരു ഫംഗ്ഷനായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇങ്ങനൊരു സംഭവം വന്നത്. നമ്മുടെ സിനിമയെ പരിചയപ്പെടുത്തുക, രാസ്ത എന്നുള്ള സിനിമ നമ്മൾ ചെയ്ത പുതിയതായിട്ടുള്ള രാസ്ത എന്നുള്ള സിനിമ എല്ലാവർക്കും പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയിലാണ് പ്രീ റിലീസ് ഇവന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ ഉണ്ടായിരുന്നത്. എനിവേ ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ലിനു ശ്രീനിവാസ്, അദ്ദേഹം ഒമാനിൽ തന്നെയുള്ള ഒരു വലിയൊരു ബിസിനസ് ശൃംഖലയുടെ ഓണാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ സിനിമയെക്കുറിച്ച് പറയാനും രാസ്തയെ ഒന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ക്ഷണിക്കും. സിനിമയിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. ഞങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വേറെയാണ്. ഗൾഫ് ബേസ്ഡ് ആണ്, മസ്കറ്റ് ബേസ്ഡ് ആണ്. ഗൾഫിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയും ട്രേഡിങ്ങും കോൺട്രാക്റ്റിങ്ങും ഒക്കെ ബന്ധപ്പെട്ടെടുക്കുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം അവസാനം ഒരു തുടങ്ങിയ ഡിസ്കഷൻ്റെ പേരിൽ പുറത്തു വന്നൊരു സിനിമയാണ് രാസ്ത. ശരിക്കും പറഞ്ഞാൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു ഗംഭീര ഒരു സപ്പോർട്ട് നമുക്ക് ഈ സിനിമക്ക് ആവശ്യമാണ്. വളരെ ചെറിയൊരു സിനിമയാണ്, പക്ഷെ അതിൻ്റെ പുറകിലൊരു വലിയൊരു എഫേർട്ട് ഉണ്ട്. ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇതൊരു കോർഡിനേറ്ററും ഈ ഒരു പ്രോജക്റ്റ് അതുപോലത്തെ ഒരു സ്ഥലത്ത് ഒരു ടെറൈനിൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പം അതിന് എൻ്റെ കൂടെ പൂർണ്ണമായിട്ട് നിന്ന ഒരാളാണ് ലിനുഭായ്. അപ്പോൾ പുള്ളിക്ക് ഇതുവരെ സംസാരിക്കാനുള്ള സ്പേസ് ഒന്നും കിട്ടിയിട്ടില്ല ഇൻ്റർവ്യൂ കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും പറയണം, ഇനി എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കൊന്നും പറയാൻ ഉണ്ടാവരുതെന്ന് വെച്ചിട്ടാണ്. പക്ഷേ എനിവേ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു ഈ രാസ്ത എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ്. കാരണം നമുക്കറിയാം, വിദേശത്ത് ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് മസ്കറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, ഒമാനിൽ പൂർണ്ണമായിട്ടും ഒരു മലയാള സിനിമ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പം ആദ്യമായിട്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കാരണം അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ചോദിച്ചുള്ള ആദ്യം, പിന്നെ പറഞ്ഞു പറഞ്ഞ ദിവസങ്ങൾ ഒരുപാടായി. പക്ഷെ അങ്ങനെ ആയപ്പോഴും നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയും നല്ല ഒരു സിനിമ, രാസ്ത എന്ന് പറയുന്ന അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടും അത്രയും നല്ല രീതിയിൽ ആ സബ്ജക്റ്റിനോട് മാക്സിമം നീതി പുലർത്തിക്കൊണ്ടായിരുന്നു അനീഷും ടീമും ഒക്കെ ആ സിനിമ ചിത്രീകരിച്ചത്. ഞാൻ ചാൻസ് ചോദിച്ചു നടക്കുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ള, അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, ജോഷി സാറിൻ്റെ കൂടെ ഉള്ള, നമ്മൾ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു. കാലങ്ങളായിട്ട് നല്ല അടുപ്പമുണ്ട്. ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരുമിച്ച് സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. ഒരു സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം അറിയിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനൊരു പടം വന്നപ്പോൾ അനീഷ് നിങ്ങൾക്ക്, അപ്പോൾ ഇത് മുന്നേ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം എനിക്ക് പറ്റിയൊരു സാധനം വന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ, ഒന്നല്ല 2 ക്യാരക്ടറുകൾ എന്നോട് പറഞ്ഞു ഏത് വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായി. എന്തായാലും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ലീനുവിനെ പറ്റി പറഞ്ഞ പോലെ ചായയൊക്കെ വിളമ്പി തന്നിരുന്ന അദ്ദേഹം ലൊക്കേഷനിൽ വീട്ടിൽ നിന്ന് കടി ഉണ്ടാക്കിക്കൊണ്ടിരും വൈഫ്, ഇവ ചായ വിളമ്പും. ഞങ്ങളവിടെ അല്ലേ, നമ്മളെന്തായിരുന്നു പിന്നെ പഴംപൊരി ചോദിച്ചു എന്നൊക്കെ കേട്ടു എന്നൊക്കെ കലാക്കണ്ടായിരുന്നു. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണലാണ്. കാരണം നമ്മൾ ക്രൂവിലുള്ള കുറച്ച് പേര് മാത്രം ഇവിടുന്ന് പോയിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വയ്യാണ്ടായി, ഞാൻ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് പോകും, ട്രിപ്പ് ഇടും, എന്നിട്ട് തിരിച്ചു വരും, ഷൂട്ട് ചെയ്യും. പക്ഷെ ഞാനൊന്നല്ല, ഇവിടെ യൂണിറ്റിലെ ചേട്ടന്മാരും പിന്നെ പുറത്തിറങ്ങി പണിയെടുക്കുന്ന നമ്മുടെ ഡയറക്ടറും DOPയും പ്രൊഡ്യൂസർ വരെ ഇവരൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത്. അവർക്കാണ് ശരിക്കും ഒരു കൈയടി കൊടുക്കേണ്ടത്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒരു കംപ്ലൈൻറ്റും പറയാതെ ഡേ ടു നൈറ്റ് ഇത് തന്നെയായിരുന്നു പരിപാടി. ആദ്യം ഈ സ്റ്റോറി കേട്ടപ്പോൾ ഒമാനിലാണ് ഷൂട്ട് ചെയ്യുന്നത്, സർവൈവൽ പരിപാടിയാണ്, ഇതെന്തായാലും ഒന്ന് അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് ഈ പ്രോജക്റ്റ് ഞാൻ എടുത്തത്. എന്തായാലും കുറച്ച് കഷ്ടപ്പെടും എന്നുള്ള കാര്യം അറിയായിരുന്നു, പക്ഷേ ഇത് ഇച്ചിരി കൂടി. പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഡെസേർട്ടിലുള്ള
ഒരു 15 ഡേയ്സ് ഷൂട്ടിൻ്റെ അവസാനമുള്ള ഒരു 15 ഡേയ്സ് ഞങ്ങൾ ഡെസേർട്ടിലായിരുന്നു. അപ്പോൾ ആദ്യം മസ്കറ്റിൽ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷെ ഇപ്പോൾ ഒമാൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ ഡെസേർട്ടും പിന്നെ നമ്മളുടെ കുറച്ച് മെമ്മറീസും ആണ്. ഞങ്ങൾ ആദ്യം കഷ്ടപ്പെട്ടെങ്കിലും പിന്നെ ആ കഷ്ടപ്പാട് ഞങ്ങൾക്കൊരു ഫണ്ണായി മാറി. ഇപ്പോൾ ലിൻ സാറിനോടാണെങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല, ഞാനൊക്കെ കംപ്ലൈൻറ്റ് പറയുമായിരുന്നു. അതും പറയുന്നത് ലൈക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോടും ബ്രദറിനോടൊക്കെ പറയുന്നത് പോലെ കരഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. കാരണം അവിടേക്ക് നമ്മളുടെ ബേസിക് നീഡ്സ് ഒന്നും എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ ക്ലൈമറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അനുഭവിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ അത് നല്ലതിന് വേണ്ടിയായിരിക്കുന്നുള്ളൂ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അലർജിയോ എന്തെങ്കിലും ഒക്കെ? അതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല. ഓക്കെ, അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. എന്താ മരുഭൂമിയിൽ ഈ പറയുന്ന പോലെ കൊടും ചൂടെന്ന് പറഞ്ഞാൽ കൊടും ചൂട്, വൈകിട്ടായ കൊടും തണുപ്പ്. അതിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും അത് ആസ്വദിച്ചിരുന്നു. നല്ല രസമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുമ്പോഴും അങ്ങനെയാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും സിനിമ കാണണം, ഗംഭീരമാവട്ടെ എന്ന് ഞാൻ തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഞാൻ പ്രൊഡ്യൂസറായ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ, ആട് 1, ആട് 2. അങ്ങനെ ഇതൊരു അനഘയുടെ അച്ഛനുമായിട്ടാണ് എനിക്ക് കൂടുതൽ ഫ്രണ്ട്. പിന്നെ ആരാധ്യ, ആശ, പിന്നെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകണം. റിഷാദ് ഭായ്, സുധീഷ് ഭായ്, എല്ലാവരും. അപ്പോൾ ഇങ്ങനെ പോസ്റ്ററിൽ നോക്കുമ്പോൾ എല്ലാം പരിചയമുള്ളവരും സ്നേഹമുള്ളവരും സന്തോഷമുള്ളവരും, കൂടുതലും ഞാൻ ലോഞ്ച് ചെയ്തവരും. അപ്പം അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഇവിടെ നിൽക്കുമ്പോൾ, അതിൽ കൂടാതെ അനീഷ് ഈ സിനിമയിൽ അഭിനയിക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പം ഈ സിനിമ കഴിഞ്ഞ 2022 നവംബറിലോ ഒക്ടോബറിലോ എന്തോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ്, വിജയ് സാർ ഞാനൊരു ചെറിയ സാധനം ചെയ്യണം, വ്യത്യസ്തമായ ഒരു സാധനം. ഞാൻ പറഞ്ഞു, അനീഷ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളല്ലേ ചെയ്യൂ, സക്കറിയുടെ ഗർഭിണികൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അല്ല, അതിൽ ഒരു വേഷം അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡെസേർട്ടാണ്, അതാണ് പറഞ്ഞാൽ ചെയ്യാം, നമുക്ക് നോക്കാം. വിസയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് ഗോൾഡൻ വിസ ഉണ്ട്, എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി വരാം. പിന്നെ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സാർ ഞാനിങ്ങനെ സിനിമ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു അനീഷ് മറ്റത് മറന്നുപോയോ, അഭിനയിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കുമായിരുന്നു ദുബായി പോകാനായിട്ട്. അതങ്ങനെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് എൻ്റെ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണ് എന്നെ വിളിക്കാൻ. കാരണം അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണല്ലോ. അപ്പം അനീഷ് എപ്പോഴും പറയും, എനിക്ക് ഏറ്റവും കടപ്പാടും സ്നേഹവും ഒക്കെ സാറിനോടാണ്, അതെന്നും നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു പടത്തിൽ കൊണ്ടുപോയി എന്നെ അഭിനയിച്ചിട്ടിരുന്ന, ഇപ്പം റിഷാദ് ഭായ് ഒക്കെ പറഞ്ഞല്ലേ, എന്നെ അവിടെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ കാലിനെയും തല്ലി ഒടിച്ച്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് വീട് കാലൊടിഞ്ഞ് ആക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ വന്നേനെ, ഈ പടം നടക്കത്തില്ലായിരുന്നു. അപ്പം മേ ബി ആ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം എന്നെ ഈ പടത്തിൽ വിളിക്കാനത്. ബിക്കോസ് അത്രമാത്രം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിൻ്റെ ടെക്നീഷ്യന്മാരും അനുഭവിച്ചു എന്ന് ഞാൻ അതിൻ്റെ വീഡിയോയിലൂടെ കണ്ടതാണ്. എത്ര മനോഹരമായിട്ട് ക്യാമറ, അയ്യോ ഞാൻ എനിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോഴേ എനിക്കെന്ത് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാലേ എന്ത് ഇതെടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആശ, അനീഷ്, ഞാൻ അനീഷിനോട് എപ്പോഴും ചോദിക്കാറുണ്ട്, അനീഷ് ഇച്ചിരി നേരത്തെ അനീഷിനെ അഭിനയിക്കാമായിരുന്നെന്ന്. എന്തിനാ ഇത്രയും കാലം വൈകിയെന്ന് അനീഷിനോട്. അനീഷ് ഇപ്പോഴാണ് അഭിനയിക്കാൻ ശക്തമായിട്ട് ഇപ്പോൾ നല്ല റോളുമായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. ഇച്ചിരി നേരത്തേക്ക് അഭിനയിക്കായിരുന്നല്ലേ അനീഷിന്. നന്നായിട്ടുണ്ട്, നല്ല മൊഞ്ചനായിട്ടുണ്ട്. 2 ഹീറോ ആയ പോലെ എനിക്ക് തോന്നി ഇതിനകത്ത്. ആണോ? 2 ഹീറോ ഉണ്ടോ? 5 പേരുണ്ട്. അതിലൊരാളാണല്ലേ? അയ്യോ, കലക്കി കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് കണ്ടപ്പോൾ. എങ്കിൽ പോലും നിങ്ങൾ കഷ്ടപ്പെട്ട അത്രയൊന്നും കഷ്ടപ്പെട്ടില്ല. നാട്ടിലുള്ള വളരെ കുറച്ച് ഷോർട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എല്ലാവർക്കും ആശംസകൾ. ഒരു വലിയ സിനിമയായി മാറട്ടെ. അതേപോലെ ഇന്നിവിടെ നിൽക്കുമ്പോൾ എന്നെ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ലിയോ ചേട്ടൻ. ഞാൻ ആദ്യമായിട്ട് ലിയോ ചേട്ടനാണ് എനിക്ക് അഭിനയം തുടങ്ങി തന്ന വ്യക്തി. അതുപോലെ ആദ്യമായിട്ട് എന്നെ സിനിമയെ വിളിച്ച വ്യക്തിയാണ് ഷിബു ചേട്ടൻ. ആദ്യമായിട്ട് വിജയ് ചേട്ടൻ്റെ സിനിമയിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ടവരുള്ള ഒരു വേദിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതുപോലെ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കളുണ്ട്, മീഡിയ സുഹൃത്തുക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. സുധീഷ് ചേട്ടൻ പോലെ ഞാൻ സുധീഷ് ചേട്ടൻ്റെ വൈഫായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി, പൊന്നമ്മ ചേച്ചി, വേണു അങ്കിൾ, പിന്നെ അനീഷിൻ്റെ കുറേ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലധികം വലിയ ക്യാരക്ടറൊന്നും അല്ല. എങ്കിൽ പോലും ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ദൈവമേ, ഇതിനകത്ത് വലിയ ക്യാരക്ടറായിരുന്നു ഞങ്ങളൊക്കെ പെട്ടുപോയേനെ.
അത്രയ്ക്ക് ഇവർ എഫോർട്ട് എടുത്തിട്ടുണ്ട്.